ഇതിനടിയിലാണ് ഹോൾ. ഈ സാധനങ്ങളാണ് ഇപ്പോൾ മാറ്റിയത്. പൈപ്പ് കണ്ടു റിയാക്ഷൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ ബൊലേറോ ഒരു ഓവർലാൻഡ് എക്സ്പെഡീഷന് വേണ്ടിയിട്ട് ലൈക്ക് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വണ്ടി ഉപയോഗിച്ചിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത കുറച്ച് ബിൽഡിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരുവിധം എല്ലാ പാർട്സും നമ്മൾ ധന മോട്ടോഴ്സ് നട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വില ഭയങ്കര കുറവാണ്, ജെന്യൂൻ പാർട്സാണ്, പിന്നെ 99% അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചാലും അവിടെ നോ പറയില്ല. അവിടെ ഒരുവിധം എല്ലാ സാധനവും ഉണ്ട്. മഹേന്ദ്രയ്ക്ക് മാത്രമല്ല, ടാറ്റ, ഹുണ്ടായി എല്ലാ വണ്ടികൾക്കും ഉണ്ട്. സെപ്പറേറ്റ് കൗണ്ടേഴ്സാണ് അവിടെ. ഈ വണ്ടി ഞാൻ വാങ്ങിച്ചിട്ട് വലിയ രീതിയിലൊന്നും പൈസ ചിലവാക്കിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിൽ അവിടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കുറച്ച് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെൻഡിങ്ങിൽ വെച്ചേക്കായിരുന്നു. അത്ര മേജർ അല്ലാത്തതുകൊണ്ട് തന്നെ അത് വെച്ച് തന്നെ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ട് പോരുക ചെയ്തത്. ഒരു സൗണ്ട് വരുന്നുണ്ട്. അതിന് എന്താണെന്ന് എനിക്കറിയില്ല. വണ്ടി ഓഫാണ്, എൻജിൻ ഓഫാണ്. ഈ ട്യൂബുകളൊക്കെ മാറ്റണം. ഈ ട്യൂബൊക്കെ വീണ്ടിട്ടുണ്ട്. കേബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക ഉണ്ടല്ലേ. ഈ ട്യൂബുകളൊക്കെ മാറ്റണം. അതെന്താണെന്നല്ല, ഇപ്പോൾ AC ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ AC ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഈർപ്പം വരും, വെള്ളം നിൽക്കും. ഇവിടെയും ആ ഡാഷ്ബോർഡിൻ്റെ AC അവിടെ ആ ഭാഗത്തും ഭയങ്കര വെള്ളമാണ്. ഉള്ളിലെവിടെയോ ഗ്യാസ് AC തണുപ്പ് വല്ലാണ്ട് പോകേണ്ട സംശയമുണ്ട്. ഈ ഭാഗത്ത് ഏകദേശം AC ഇട്ട് അറിയാം, ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കും, തുരുമ്പ് വരാൻ സാധ്യത കൂടുതലല്ല. അതേപോലെ ഉൾഭാഗത്തും. അതോടുകൂടി നമ്മുടെ വെക്കേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വണ്ടിയൊക്കെ കയറ്റിയിട്ട് തിരിച്ചു പോരും ചെയ്തു കേട്ടോ. ഇത്രയധികം ഞാൻ എൻജോയ് ചെയ്തൊരു വെക്കേഷൻ വേറെ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഉള്ള സമയത്ത് പറ്റണ പോലെ കുറേ ട്രാവൽ ചെയ്തു. ഈ തമിഴ്നാട്ടിലെ കുറേ ഗ്രാമങ്ങളൊക്കെ പോയപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസൊക്കെ വിലമതിക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്നാണെങ്കിൽ പറയാം. നമ്മളിൽ കൂടുതൽ പേര് നാട്ടിൽ പോകുമ്പോൾ ഫാമിലി, റിലേറ്റീവ്സ് ആ ഒരു വട്ടത്തിൽ തന്നെ നിൽക്കും. ഇവിടെ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടായിരിക്കും നാട്ടിലേക്ക് വെക്കേഷൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഈ ഫാമിലി, റിലേറ്റീവ്സ് മാത്രം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. എൻഡ് ഓഫ് ദി ഡേ എൻ്റെയൊക്കെ അനുഭവത്തിൽ റിലേറ്റീവ്സൊക്കെ ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവർ വഴിയായിട്ട് പോകും. നമുക്ക് പിന്നെ ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. കുറച്ചൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി സമയം മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം വളരെ വലുതാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി ചെറിയ കുറച്ച് കസ്റ്റമൈസേഷനും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലേക്ക് വിട്ടു. നമ്മുടെ കസിനാണ് വന്ന് വണ്ടി കൊണ്ടുപോയത്. അപ്പോൾ വണ്ടി പണിഞ്ഞത് വിഷ്ണു ആണ്. ആൾ ബേസിക്കലി ഒരു ഇൻറ്റീരിയർ ഡിസൈനറൊക്കെയാണ് കേട്ടോ. പുള്ളിക്ക് വണ്ടിയോട് ഭയങ്കര പാഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ വണ്ടി കഴിഞ്ഞാൽ പുള്ളി പണിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നെ പുള്ളിയായിട്ട് കണക്ട് ചെയ്തത് സാബിത്താണ്. അങ്ങനെ പുള്ളിയെടുത്ത് വണ്ടി കൊടുത്തു. ഈ വിഷ്ണു എടുത്ത് നേരത്തെ എൻ്റെ അതേപോലത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. സെയിം കളറിലെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം അതിനോട് സാമ്യമായിട്ട് പണിയെന്ന് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി നിലമ്പൂരിലെത്തി. പണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്തു. നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ സ്റ്റോക്ക് ഫെൻഡർ മാറ്റിയിട്ട് ക്യാമ്പറിൻ്റെ ഫെൻഡർ ഇട്ടു. അതെന്തിനാ വെച്ചാൽ ബൊലേറോൻ്റെ ഫ്രണ്ട് വീൽ എപ്പോഴും കുറച്ച് തള്ളി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഒരു 1.5 ഇഞ്ചോളം കവറിങ് കിട്ടും. കണ്ട സ്റ്റോക്ക് പോലെ തന്നെയാണ് ഇനി. പിന്നെ അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇതിനടിയിലാണ് ഹോൾ വരുന്നത്. മറ്റത് പറഞ്ഞാൽ സൈഡിലാണ് ഹോൾ വരും. പിന്നെ സ്റ്റോക്ക് ബമ്പറിൽ കുറച്ച് ഓൾട്രേഷൻസ് വരുത്തി. ആ എക്സ്ട്രാ നിൽക്കുന്ന പീസിനെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ വണ്ടിക്ക് ഒന്നും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ പോലെ ഒരു ഫീല് കിട്ടും. അങ്ങനെ ടയർ ഒന്നും കൂടി വിസിബിൾ ആവും പുറത്തുനിന്ന് കാണാനായിട്ട്. പ്രാഡിൻ്റെ ബമ്പറൊക്കെ പിടിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ സാഹചര്യം അറിയാലോ, അതുകൊണ്ട് സ്റ്റോക്ക് തന്നെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഫെൻഡറിൻ്റെയും ബമ്പറിൻ്റെയും വർക്ക് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്തു. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് ചെയ്ത് ആ റെഡ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. ബമ്പറിൻ്റെ ആ സൈഡൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേനും നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടോ. വിചാരിച്ച അതേ റിസൾട്ട് എനിക്ക് കിട്ടി. ഇനി റോക്ക് സ്ലൈഡറും കൂടി സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ കണ്ടിന്യൂഷനും കൂടി കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം മെക്കാനിക്കൽ വർക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ജെർക്കിങ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ക്ലച്ച് അസംബ്ലി മൊത്തത്തിൽ ഊരി നോക്കി. വിചാരിച്ച പോലെ തന്നെ ഉള്ളിൽ 1-2 സ്പ്രിങ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലച്ച് അസംബ്ലി ആ സെറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടാണ്. പിന്നെ എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ റേഡിയേറ്ററിൻ്റെ പൈപ്പുകൾ, പിന്നെ അതുപോലെ ചെറിയ ചെറിയ ട്യൂബുകൾ, വാട്ടർ പമ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു. കുറേ കാലം ഓടിയിട്ടേ എല്ലാം റിജിഡായിട്ടുണ്ടായിരുന്നു.
ഏത് സമയത്തും പൊട്ടാവുന്ന ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഫുള്ളായിട്ട് മാറ്റി. അങ്ങനെ ഇത്രയും പണി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി മെക്കാനിക്കലി പക്ക ഫിറ്റായി. പുറമേ നിന്ന് കാണാനും ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. പൊട്ടാറായ ട്യൂബും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വണ്ടി ക്ലീനായിട്ട് ഉള്ളിൽ കാണാനായിട്ട്. അങ്ങനെ മെക്കാനിക്കൽ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ വണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കി. എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അതും കൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓക്കെ ആയിരുന്നു. വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചൊക്കെ നോക്കി. എന്നതിന് ശേഷമാണ് നമ്മൾ ഡെൻഡിങ്ങും പിന്നെ പാച്ച് വർക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് പിന്നെ പോയത്. ബോഡിയിൽ എവിടെ പാച്ചിങ് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബോണ്ടിനുള്ളിൽ ഇവിടെ ഉള്ളു ബോഡിയിൽ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡെൻഡിങ് പണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് വരുന്നത്, സൈഡിൽ പ്രത്യേകിച്ച്. ഈ ഫ്ലോർ മാറ്റ് അങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി ഇരുന്നിട്ടേ ഈർപ്പത്തിൽ ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ തുരുമ്പ് വരാൻ തുടങ്ങും. ഇതാരും തുറന്നു നോക്കില്ലല്ലോ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ. അപ്പോൾ ഇത് മാറ്റ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ ബാക്കിലെ ഡോറിൻ്റെ ആ സൈഡായിട്ടാണ് കേട്ടോ കാര്യമായിട്ട് റെസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഭാഗത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഫ്ലോറിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ട് 2-3 ഹോൾ ഇട്ട് കൊടുത്തു വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ ഇതുപോലെ മാറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ നമ്മുടെ ജീപ്പിലൊക്കെ ഉള്ള പോലെ 3D മാറ്റൊക്കെ ഇല്ലേ, അങ്ങനത്തെ മാറ്റാണ് പിന്നെ ഇട്ടിട്ടുള്ളത്. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണുന്ന എൻജിൻ റൂമിലെ വലിയൊരു റെസ്റ്റ് ഇല്ലേ, ആ ഒരു ഹോൾ കേട്ടോ ഈ കാണുന്നത്. റെസ്റ്റ് എവിടെയൊക്കെയാണല്ലോ അവിടെയൊക്കെ നമ്മൾ വേറെ പീസ് വെച്ച് വെൽഡ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാ. അങ്ങനെ ഡെൻഡിങ് വർക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തതിന് ശേഷം ഉള്ളിലത്തെ പ്ലാറ്റ്ഫോം ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിലത്തെ മാറ്റ് എപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടാലും ഈ പ്ലാറ്റ്ഫോം ഇതേപോലെ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും റെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് മാറ്റൊന്ന് പുറത്തിട്ടിട്ട് വെള്ളമൊഴിച്ച് കഴുകി കഴിഞ്ഞാൽ ആ തുരുമ്പ് വരാനുള്ള ചാൻസ് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ വണ്ടി 3Mൻ്റെ അണ്ടർ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ സർവീസ് ചെയ്യായിരുന്നു. ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ഥലത്തും കൂടി ഈ റെസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു അങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ബോഡിയുടെ പുറത്ത് ഫെൻഡറിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ വണ്ടി നന്നായി ക്ലീൻ ചെയ്തിട്ട് താഴെ ഒരു അണ്ടർ കോട്ടൊക്കെ അടിച്ചതിന് ശേഷം ഫൈനലായിട്ട് ആ ഒരു പാച്ച് വർക്ക് കൂടി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും മിസ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ നല്ല രീതിയിൽ വാട്ടർ സർവീസൊക്കെ ചെയ്തതിന് ശേഷം വണ്ടി സർവീസ് സ്റ്റേഷൻ തന്നെ ഇട്ടു. നല്ലോണം ഡ്രൈ ആയിട്ട് പിന്നീട് നമ്മൾ 3Mൻ്റെ അണ്ടർ കോട്ട് പെയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പാരലി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാഡിൻ്റെ റോക്ക് സ്ലൈഡർ എത്തി. അത് ഫിറ്റ് ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ടോട്ടൽ ലുക്കേ മാറിയിട്ടോ. ആ 2 ഫെൻഡറിൻ്റെ ഇടയിൽ ആ ബ്ലാക്ക് കണ്ടിന്യൂഷനും കിട്ടി. പിന്നെ ഹെവി ഡ്യൂട്ടി സാധനമാണത്. എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് സൈഡിൽ നിന്ന് കിട്ടിയാൽ പോലും അത് കുറേയൊക്കെ താങ്ങി നിർത്താൻ പറ്റും. കാരണം ഡയറക്റ്റ് ചേസിലാണ് അത് ബോൾട്ട് ചെയ്തിട്ടുള്ളത്. 4 ആൾ കയറി നിന്നാലും അത് അനം കൂടി ഇല്ല കേട്ടോ, അത്രയും സ്ട്രോങ് ആണ്. പിന്നെ അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്ന് മനസ്സിലാവില്ല. കാരണം പ്രാഡ് എക്സ്ക്ലൂസീവ്ലി ബൊലേറോന് വേണ്ടി ഡിസൈൻ ചെയ്തുണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണത്. നല്ല ഫിനിഷിങ്ങാണ്. ബോൾട്ട് ചെയ്തൊന്നും മനസ്സിലാവില്ല, എല്ലാം അടിയിലാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടോവിങ് ഹൂക്കും കൂടി ബൊലേറോൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്തു കേട്ടോ. ഈ ബാക്കിൽ വരുന്ന ഫുഡ് സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ എക്സ്ട്രാ പ്ലേറ്റ് ഇട്ട് വെൽഡ് ചെയ്തിട്ട് സ്പെഷ്യലി സ്ക്രൂ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ വണ്ടിയുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിയാറായി. വാട്ടർ സർവീസിന് കൊണ്ടുപോയപ്പോൾ കണ്ട ആ പാച്ചും കൂടി അങ്ങോട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തു. ഹെഡ്ലൈറ്റിന് താഴെയും കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡോറിൻ്റെ ആ ബോൾട്ടീന ഭാഗില്ലേ, ആ പ്രാഡിൻ്റെ സാധനം വെച്ചതിൻ്റെ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഊരി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പാച്ചെല്ലാം ചെയ്തതിന് ശേഷം പുട്ടി വർക്കും പ്രൈമറും അതോടെ പെയിൻറ്റിങ്ങും അങ്ങനെ വണ്ടിയുടെ ഫുൾ പണി തീർക്കുകയാണോ ചെയ്തത്. അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് വണ്ടി കണ്ടപ്പോഴേക്കും ഞാൻ സൂപ്പർ ഹാപ്പി ആയിട്ടോ. കാരണം ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതേപോലെ തന്നെ എനിക്ക് എൻ്റെ വണ്ടി കിട്ടി. ഈ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ വിഷ്ണുവിൻ്റെ കോർഡിനേഷൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് ഫ്രീക്വൻ്റ്ലി ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരും. കാരണം നമുക്ക് കാണുമ്പോൾ അതൊരു സന്തോഷം. ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആൾ അയച്ചു തന്നുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു വ്ളോഗ് തന്നെ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ആൾ സെറ്റാണ്. ആൾ കസ്റ്റം മെയ്ഡ് റൂഫ് കാരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വണ്ടിക്ക് ഇനി നെക്സ്റ്റ് പുള്ളിയെടുത്ത് റൂഫ് കാരിയർ ചെയ്യിക്കണം വെച്ചിട്ടാണ്. പിന്നെ ടയേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലം കൂടി വണ്ടിയിലേക്ക് ചെയ്യാനുണ്ട് ലാസ്റ്റായിട്ട്. അത് ട്രിപ്പ് പോകണേക്ക് മുന്നേ ചെയ്യാമെന്ന് കരുതിയിട്ട് വെച്ചേക്കണതാണ്. വണ്ടിയുടെ ഫോഗ് ലാമ്പും അതേപോലെ കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ ചെയ്യുക ചെയ്തത്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ID അതൊക്കെ വണ്ടിയിൽ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് വിഷ്ണുവിൻ്റെ വണ്ടി ഇറക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ചെറിയ രീതിയിൽ ബിൽഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്. വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്.